അനിഴമാണേ, അതുകൊണ്ട് നമ്മൾ ഇന്ന് 5 വരിയാണ് പൂക്കളം ഇടുന്നത്. അങ്ങനെ നമ്മൾ രാവിലെ കുളിച്ച് വൃത്തിയായിട്ട് നമ്മൾ പൂക്കളം ഇടാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. മുറ്റമൊക്കെ അടിച്ച് വാരി ചാണകം തെളിക്കുകയാണ് കേട്ടോ. എല്ലാ ദിവസവും നമ്മൾ ചാണകം മെഴുകിയതിന് ശേഷം മാത്രമാണ് കേട്ടോ പൂക്കളം ഇട്ട് തുടങ്ങാറ്. ഇന്നത്തെ പൂക്കളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പൂക്കൾ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാം. 5 തരത്തിലുള്ള പൂക്കൾ വേണം കേട്ടോ നമുക്കിന്ന്. ഈ ഒരു ചെമ്പരത്തി പൂ എല്ലാ തവണയും ഞാൻ പറിക്കാൻ മറന്നു പോകുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ ഞാൻ ചെമ്പരത്തി പൂ പറിച്ചിട്ടുണ്ട്. പാലപ്പൂവും ശംഖുപുഷ്പവും ഒക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുമന്ന ചെമ്പരത്തി പറിക്കാൻ വേണ്ടിയിട്ട് പോവാം. ചുമന്ന ചെമ്പരത്തിയിൽ പൂക്കൾ ഉണ്ടാവുമെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു, പക്ഷെ പൂക്കൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലൈറ്റ് ഓറഞ്ച് കളറിലുള്ള ഒരു അടുക്ക് ചെമ്പരത്തി നമുക്ക് ഉണ്ടായിരുന്നേ. അങ്ങനെ ഇന്നത്തെ പൂക്കളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പൂക്കളും നമ്മൾ പറിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവസാനം തൃക്കാക്കരപ്പന്റെ മുകളിൽ വെക്കാനായിട്ട് ഒരു മുക്കുറ്റി കൂടി പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇന്ന് ഇത്രയും പൂക്കൾ വെച്ചാണ് കേട്ടോ നമ്മൾ പൂക്കളം ഇടാൻ പോകുന്നത്. ഇനി നമുക്ക് നിലവിളക്കും ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചതിന് ശേഷം പൂക്കളം ഓരോരോ വരിയായിട്ട് ഇട്ട് കൊടുക്കാവേ. ചെറിയ രീതിയിൽ കാറ്റുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിളക്ക് കെട്ടുപോകുന്നുണ്ടായിരുന്നേ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിന്നെയും നമ്മൾ കത്തിച്ച് വെച്ചിട്ടാണ് പൂക്കളം ഇട്ട് തീർത്തത്. ആദ്യം തന്നെ തൃക്കാക്കരയപ്പന് ഇതേ മുക്കുറ്റിയാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മുക്കുറ്റിക്ക് കുറച്ച് തന്റെ നീളം ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് മുറിച്ച് കളഞ്ഞിട്ടാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പാലപ്പൂവും ശംഖുപുഷ്പം കൊണ്ടാണ് കേട്ടോ ആദ്യത്തെ വരി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതേ മഴക്കോളൊന്നും ഇല്ല കേട്ടോ, നല്ല തെളിഞ്ഞ ആകാശമാണ്. അങ്ങനെ ആകാശം നോക്കി നിന്ന് സമയം കളയുന്നില്ല. രണ്ടാമത്തെ വരിയായിട്ട് ഞാനൊരു മഞ്ഞ നിറത്തിലുള്ള പൂവാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ വരിയായിട്ട് നമ്മുടെ ചെമ്പരത്തി പൂവും പാലപ്പൂവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചുവന്ന ചെമ്പരത്തി പൂ തികയില്ലയോ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പാലപ്പൂവും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മൂന്നാമത്തെ വരി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നാലാമത്തെ വരിയായിട്ട് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത് ഓറഞ്ച് കളറിലുള്ള ചെമ്പരത്തിപ്പൂ ആയിരുന്നേ. അത് അടുക്കടുക്കായിട്ടുള്ള ചെമ്പരത്തിപ്പൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവസാനത്തെ വരിയായിട്ട് പിങ്ക് കളറിലുള്ള ചെമ്പരത്തിപ്പൂ വെച്ച് കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള ചെമ്പരത്തിപ്പൂക്കളെ അപേക്ഷിച്ച് ഇതിന് കുറച്ച് വീതി കുറവാണ് കേട്ടോ ഇതളുകൾക്ക്. അതുകൊണ്ട് കുറച്ച് അധികം തന്നെ നമുക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അത്രയും പൂക്കൾ നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ ഒരു വരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ പൂക്കൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.